നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 47. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭാഗവത മാഹാത്മ്യം 6-ാം അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകത്തിൽ കുറച്ചുകൂടി ബാക്കിയുണ്ട്. അതായത് വക്താവ് ആരായിരിക്കണം എന്ന് പറഞ്ഞു. ഇനി ഒരു പ്രമാണം ശ്രോതാവ് ആരാവണമെന്ന് പറയുണ്ടായി. അതുകൂടി പറഞ്ഞിട്ട് നമ്മൾക്ക് 18-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. ഒരു ഭാഗവതം കേൾക്കുന്ന ആള് ആരായിരിക്കണം, എങ്ങനെയായിരിക്കണം? ഭക്തോ വക്തുരഗർവിത ശ്രുതരുചി ചാചല്യഹീന പടു പ്രശ്നജ്ഞശ്ച ബഹുശ്രുതോ അഭി അനലസോ നിദ്രോൽധിതാക്ഷസുധീ ദാതാത്യക്തകഥാന്തര ശുചിവബുർധംബോൽധിത സർവധാ ശ്രോതു പുംസ ഇമേ ചതുർദശഗുണാ സദ്ഭിർനിരുക്താ സ്ഫുടാം. 14 തരം ഗുണം ഉണ്ടായിരിക്കണം ഒരു വ്യക്തിക്ക്. അത് ഈ പറയുന്നതില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം, എന്നിട്ട് വേണം ഭാഗവതം വായിക്കാൻ. ഈ 14 ഗുണങ്ങളില്ലാതെ കണ്ട് ഭാഗവതം കേട്ടിട്ട് കാര്യമില്ല എന്നുകൂടി ധ്വനിയുണ്ട് അതിൽ. അപ്പോൾ പറഞ്ഞോ, 1, ശ്രോതാവിനും 14 ഗുണങ്ങൾ ആവശ്യമാണെന്നാണ് പറഞ്ഞത്. അതായത് 14 ഗുണങ്ങൾ വക്താവിന് വേണം. അപ്പോൾ ശ്രോതാവിന് 14 ഗുണങ്ങൾ വേണം. അതേതൊക്കെയാണ്? ഈശ്വരനിൽ പ്രേമമുള്ളവനാവണം. ഈശ്വരനിൽ വിശ്വാസം ഉണ്ടാവണമെന്നല്ല പറഞ്ഞത്. ഈശ്വരനെ ഭയപ്പെടണമെന്നും പറഞ്ഞില്ല. ഈശ്വരനിൽ പ്രേമമുണ്ടാവണം. പ്രേമം എന്ന് പറയുന്നത് സ്നേഹം കനിയഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് വക്താവിൻ്റെ പേരിൽ ബഹുമാനമുള്ളവനായിരിക്കണം. ആരാണ് ഭാഗവതം പറയുന്നത് അയാളുടെ ബയോഡാറ്റയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ബഹുമാനം ഉണ്ടാവണം. കേൾപ്പാൻ ശ്രദ്ധയുണ്ടായിരിക്കണം. മനഃശാഞ്ചല്യമില്ലാത്തവനായിരിക്കണം. എന്താ, മനസ്സിന് ഇതാണോ ശരി അതാണോ ശരി സംശയം ഉണ്ടാവരുത്. ഊഹാപോഹ കുശലൻ ഊഹാപോഹം, അതിന് സാമർഥ്യം വേണം. വേണ്ടത് മാത്രം ചോദിപ്പാൻ അറിവുള്ളവനാവണം. തോന്നിയതൊക്കെ ചോദിക്കരുത്. വേണ്ടത് മാത്രം ചോദിപ്പാൻ അറിവുള്ളവനും അധികം കേൾവിയുള്ളവനും. കേൾക്കാൻ തയ്യാറായിരിക്കണം. അശ്രദ്ധ ബാധിക്കാതിരിക്കുന്നവനും കഥ കേൾക്കുമ്പോൾ ഉറക്കം വരുന്ന സ്വഭാവമില്ലാത്തവനും. ചില കുട്ടികളുടെ പരീക്ഷയ്ക്ക് പഠിക്കുക പറഞ്ഞാലും ഉറക്കം വരും. ചീട്ട് കളിക്കാമെന്ന് പറഞ്ഞാൽ ഉറക്കം വരില്ല. ഗെയിം കളിക്കാമെന്ന് പറഞ്ഞാൽ ഉറക്കം വരില്ല. അപ്പോൾ ഭാഗവത കഥ കേട്ടാൽ ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. അത് പാടില്ല. ശോഭന ബുദ്ധിശാലിയായിരിക്കണം. ദാനം ചെയ്യുന്നവനായിരിക്കണം. ദാനം ചെയ്ത് ശീലമില്ലെങ്കിൽ ഭാഗവത കഥ കേട്ടിട്ട് കാര്യമില്ല. അന്യകഥകളിൽ മനസ്സിരുത്താത്തവൻ. അതായത് തുറന്നു പറയാം, ശരീരത്തെ ചൂട് പിടിപ്പിക്കാവുന്ന കഥകൾ വായിക്കണ സ്വഭാവക്കാരുണ്ട്. യാതൊരു കാര്യമില്ല, ഭാഗവത കഥ കേട്ടിട്ട് കാര്യമില്ല. അപ്പോൾ അന്യകഥകളിൽ മനസ്സിരുത്താവനും ദേഹശുദ്ധിയുള്ളവനും, ദേഹശുദ്ധി വേണം, പരവഞ്ചന ചെയ്യാത്തവനുമായിരിക്കണം. മറ്റുള്ളവരെ പാര വയ്ക്കുന്ന സ്വഭാവമുള്ളവൻ ഇത് കേട്ടിട്ട് കാര്യമില്ല. അവൻ പ്രകൃതിയിൽ നരകിച്ചതിൻ്റെ ശേഷം ഒരു മനംമാറ്റം വന്നാൽ അവന് സൗകുമാര്യം ഉണ്ടാവും, അത്രേ ഞാൻ പറയുള്ളൂ. അങ്ങനെയാണ് ഇവിടെ വ്യാസർ നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ ഫലം അപ്പോൾ പറഞ്ഞു. അപ്പോൾ
പറയുന്നവരും കേൾക്കുന്നവരും ഗുണപൂർണന്മാരായിരുന്നാൽ ഫലം സമ്പൂർണമായി ലഭിക്കുമെന്ന് സാരം. കഥ പറയുന്ന ആളും കഥ കേൾക്കുന്ന ആളും പരിപൂർണമായിട്ടും എന്ത് വേണം? ഗുണപൂർണന്മാർ. ഈ പറഞ്ഞ 14 ക്വാളിറ്റീസ് ഉണ്ടാവണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഭാഗവതം പഠിച്ച് ആൾക്കാർ നന്നാവാത്തത്. ഭാഗവതം പറയുന്നവരും നന്നാവാത്തത് എന്തുകൊണ്ടാണ്? എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതോട് പറഞ്ഞത് മാത്രം. ഇനി നമുക്ക് 18ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ഉദങ്മുഖോ ഭവത് ഭക്ത്വാം ഭവേത് ഭക്താം ശ്രോതാ വൈ പ്രാങ്മുഖസ്തദാ പ്രാങ്മുഖശ്ചേത് ഭവേത് വക്താം ശ്രോതാ ചോദങ്മുഖസ്തദാ. കൂട്ടക്ഷരങ്ങളുള്ള വാക്കാണ്, സാധിക്കുന്നിടത്തോളം പിരിക്കാം. ഉദങ്മുഖോ ഭവേത് വക്താം ശ്രോതാ വൈ പ്രാങ്മുഖസ്തദാം പ്രാഗ്മുഖശ്ചേത് ഭവേത് വക്താം ശ്രോതാ ചോദങ്മുഖസ്തദാം. വായിക്കുന്ന ആൾ വടക്കോട്ട് നോക്കിയിരിക്കണം. അപ്പോൾ കേൾക്കുന്ന ആൾ കിഴക്കോട്ട് നോക്കിയിരിക്കാം. പാരായണം ചെയ്ത ആൾ വടക്കോട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ കേൾക്കുന്ന ആൾ എങ്ങോട്ടിരിക്കണം? കിഴക്കോട്ട്. വായിക്കുന്ന ആൾ കിഴക്കോട്ട് നോക്കി ഇരിക്കുന്ന പക്ഷം കേൾക്കുന്ന ആൾ വടക്ക് നോക്കിയിരിക്കണം. എത്ര ആൾക്കത് അറിയാം? എത്ര ആളിത് പരിപാലിക്കുന്നുണ്ട്? എന്താ അങ്ങനെ പറയാൻ കാരണം? അതിന് കാരണമുണ്ട്. ഇപ്പം എന്തുകൊണ്ടാണ് കിഴക്കോട്ട് തല വയ്ക്കണം? ഭൂമിയുടെ ആകർഷണം അതുകൊണ്ടാണ്, അല്ലാണ്ടൊന്നുമല്ല. അപ്പോൾ വായിക്കുന്ന ആൾ ഒന്നില്ലെങ്കിൽ വടക്കോട്ടോ കിഴക്കോട്ടോ ആയിട്ട് ഇരിക്കാനേ പാടുള്ളൂ. അപ്പോൾ വായിക്കുന്ന ആൾ വടക്കോട്ട് നോക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ കേൾക്കുന്ന ആൾ കിഴക്കോട്ട് നോക്കിയിരിക്കണം. വായിക്കുന്ന ആൾ കിഴക്ക് നോക്കിയിരിക്കുന്ന പക്ഷം ആൾക്കാർ വടക്കോട്ട് നോക്കിയിരിക്കണം. ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇനി 19ാമത്തെ ശ്ലോകം. അഥവാ പൂർവദിഗ്നേയോ ജ്ഞേയാ പൂജപൂജകമധ്യത ശ്രോതൃണാമാഗമേ പ്രോക്ത ദേശകാലാദിഗോവിതേ. അഥവാ പൂർവദിഗ്നേയാ പൂജപൂജകമധ്യത ശ്രോതൃണാമാഗമേ പ്രോക്ത ദേശകാലാദിഗോവിതേ. ദിഗ്വിഭാഗത്തെക്കുറിച്ചുള്ള പക്ഷാന്തരം പറയുന്നു. ഈ സ്ഥലങ്ങളുടെ ഭാഗത്തെക്കുറിച്ചുള്ള പക്ഷാന്തരം എന്താ? പൂജ്യൻ വക്താവ്, പൂജകന്മാർ ശ്രോതാക്കൾ, ഇവരുടെ മധ്യം തന്നെ പൂർവദിക്ക് എന്ന് ദേശകാലാദികളെ നിർണയിപ്പാൻ സമർത്ഥരായ പണ്ഡിതന്മാർ ശാസ്ത്രത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു. അതായത് പൂജ്യൻ വക്താവ്, പൂജകന്മാർ ശ്രോതാക്കൾ, ഇവരുടെ മധ്യം തന്നെ പൂർവദിക് എന്ന് പറഞ്ഞു. ടെക്നിക്കാലിറ്റിയാണ്. വിരക്തോ വൈഷ്ണവോ വിപ്രോ വേദശാസ്ത്രാദിശുദ്ധികൃത് ദൃഷ്ടാന്തകുശലോ ധീരോ വക്താ കാര്യോ അതിനിസ്പൃഹ. വിരക്തോ വൈഷ്ണവോ വിപ്രോ വേദശാസ്ത്രാദിശുദ്ധികൃത് ദൃഷ്ടാന്തകുശലോ ധീരോ വക്താ കാര്യോ അതിനിസ്പൃഹ. വക്താവിന് വേണ്ടുന്ന ഗുണങ്ങളെ ഒന്ന് ഊട്ടി പറയുന്നുണ്ട് ഇവിടെ. സ്ത്രീപുത്രധനാദികളിൽ ആസക്തിഹീനനും വിഷ്ണുഭക്തനും വേദശാസ്ത്രാഭ്യാസത്തിൽ അന്ധക്കരണ വിശുദ്ധി വരുത്തിയിരിക്കുന്ന ബ്രാഹ്മണനും ദൃഷ്ടാന്തങ്ങൾ പറയുന്നതിൽ സമർത്ഥനും ധീരനും ആഗ്രഹം ഒട്ടുപോലും ഇല്ലാത്തവനും ആയ വക്താവിനെ നിശ്ചയിക്കണം. അപ്പോൾ ഒരു വക്താവിനെ ഒരു ആചാര്യനെ നിശ്ചയിക്കുമ്പോൾ കമ്മിറ്റിക്കാർക്ക് ചില അണ്ടർസ്റ്റാൻഡിങ് വേണം. എന്തൊക്കെയാണത്? ഇത് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്. എനിക്ക് മറ്റുള്ളവരെ അളക്കാനുള്ളതല്ല, എനിക്ക് സ്വയം അളന്ന് തൃപ്തിപ്പെടാം. ഞാനിതിൽ എന്തൊക്കെ എന്തൊക്കെ ഗുണങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ വക്താവിന് വേണ്ടുന്ന ഗുണങ്ങൾ പറയുന്നു. സ്ത്രീ പുത്ര ധനാദികളിൽ ആസക്തിഹീനനും, പുത്രേഷണ ധാരേഷണ അർത്ഥേഷണ, അതാണ് പറയാൻ കാരണം. പിന്നെ വിഷ്ണുഭക്തനും വേദശാസ്ത്രാഭ്യാസത്തിൽ അന്ധക്കരണശുദ്ധി വരുത്തിയിരിക്കുന്നവനായിരിക്കണം.
വേദശാസ്ത്രാഭ്യാസം വേണം. എനിക്ക് ഇത് മാത്രമേ അറിയുള്ളൂ എന്ന് പറയരുത്. അതിനാണ് പറഞ്ഞത് ദൃശ്യത്തിൽ ഭ്രമിക്കരുത്, ദൃക്കിനെ അനുസന്ധാനം ചെയ്യൂ, ഈശ്വരനെ അനുമോദിക്കൂ, ഈശ്വരനെ അനുകരിക്കരുത്. അതൊക്കെ തന്നെയാണ് വേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതാർക്കും അറിയാപ്പോ. പിന്നെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥമല്ല എടുക്കേണ്ടത്, അതിൻ്റെ ഒരു ഭാവാർത്ഥമുണ്ട്. ബ്രാഹ്മണ്യമുള്ളവൻ, ബ്രാഹ്മണ്യം അതായത് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ വിപ്രത്വം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവനായിരിക്കണം. ദൃഷ്ടാന്തങ്ങൾ പറയുന്നതിൽ സമർത്ഥൻ, ഉദാഹരണങ്ങൾ ആൾക്കാരുടെ ഈ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് പ്രഭാഷണം ചെയ്യുമ്പോഴേക്കും ഓഡിയൻസിലുള്ളവരെ പറ്റിയൊരു ധാരണ നമുക്കുണ്ടാവും. പിന്നെ അതിനനുസരിച്ചിട്ട് പോകാൻ പാടുള്ളൂ. അതിൻ്റെ മേലെയും പോകരുത്, അതിന് താഴെയും പോകരുത്. ധീരനായിരിക്കണം, ആഗ്രഹം ഒട്ടുപോലുമില്ല. എന്ത് ഈ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും തെറ്റിദ്ധരിച്ചു. ആഗ്രഹം എന്ന് പറഞ്ഞാൽ അമിതമായ ആഗ്രഹം, അനർഹമായ ആഗ്രഹം, അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇല്ലാത്തവനോ വക്താവിനെ നിശ്ചയിക്കണം. അനേകധർമ്മ വിഭ്രാന്താസ്ത്രൈണ പാഖണ്ഡവാദിന ശുഖശാസ്ത്രഗതോശ്ചാരേ ത്യാജാസ്തേ യതി പണ്ഡിതാഃ. അനേകധർമ്മ വിഭ്രാന്താസ്ത്രൈണ പാഖണ്ഡവാദിന ശുഖശാസ്ത്രഗതോശ്ചാരേ ത്യാജാസ്തേ യതി പണ്ഡിതാഃ. അനേകവിധ ധർമ്മങ്ങളിൽ ഭ്രമിക്കുന്നവർ, സ്ത്രീകളിൽ അത്യാസക്തന്മാർ, പാഖണ്ഡവാദം ചെയ്യുന്നവരുമായ ആളുകൾ പണ്ഡിതന്മാരായിരുന്നാൽ കൂടി ആ മാതിരി പണ്ഡിതന്മാരെ ഭാഗവത കഥ വായിക്കുന്നതിൽ ഏർപ്പെടുത്തരുത്. ഈ ആചാര്യന്മാരെ പറ്റിയിട്ടും വായിക്കുന്ന പൗരാണികന്മാരെ പറ്റിയിട്ടും കമ്മിറ്റിക്കാർക്ക് ഒരു ധാരണ വേണം. എന്താ? അനേകവിധ ധർമ്മങ്ങൾ ഭ്രമിക്കാൻ പാടില്ല. ഭാഗവതം പറയുക ക്രിസ്ത്യാനിറ്റിയാണ് നല്ലത്, അതിൽ കാര്യമില്ല. സ്ത്രീകളിൽ അത്യാസക്തന്മാർ, പാഖണ്ഡവാദം ചെയ്യുന്നവർ, അതായത് മത്സ്യമാംസം കഴിക്കുക, മധുപാനം ചെയ്യുക, അതായത് ഡ്രിങ്ക്സ് കഴിക്കുക എന്ന് തന്നെ അർത്ഥം പറയാം. അത് ചെയ്യണ ആൾക്കാരാവരുത്. ആളുകൾ പണ്ഡിതന്മായിരുന്നാൽ കൂടി, ആൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവും, സംസ്കൃത പണ്ഡിതനാവും, കാര്യമില്ല. ആ മാതിരി പണ്ഡിതന്മാരെ ഭാഗവത കഥ വായിക്കുന്നതിൽ ഏർപ്പെടുത്തരുത്. ശുഖശാസ്ത്രം എന്നതിന് പകരം ശുഭശാസ്ത്രമെന്നും പാഠമുണ്ട്. ശുഖശാസ്ത്രം എന്നുള്ളതിന് ശുഭശാസ്ത്രം, എന്ത് വായിച്ചാൽ മനസ്സ് കുളിരണിയും, ആപൽ ശങ്കകളില്ലാതെ ഉണ്ടാവും. അതാണ് ശുഭശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു നല്ല കഥ വായിക്കുന്നതിലും എന്ന് തന്നെ സ്പഷ്ടമാവും. ഇപ്പോൾ മഹാഭാരതം വായിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും, പക്ഷെ വായിക്കില്ല, എന്ത് ചെയ്യാൻ പറ്റും? 22ാമത്തെ ശ്ലോകം. വക്തു പാർശ്വേ സഹായാർത്ഥം അന്യസ്താഭ്യസ്തധാവിത പണ്ഡിത സംശയസ്തലോകബോധന തൽപര. ഇത് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതാരും ശ്രദ്ധിക്കാറില്ല. വക്തു പാർശ്വേ സഹായാർത്ഥം അന്യസ്താഭ്യസ്തധാവിധ പണ്ഡിത സംശയസ്തലോകബോധന തൽപരാം. വായിക്കുന്ന വിദ്വാൻ്റെ സഹായത്തിനായിക്കൊണ്ട്, പണ്ട് രണ്ടും ഒരാളാണ് ചെയ്തിരുന്നത്, പൂജകൻ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ പറഞ്ഞു വക്തുപാർശ്വേ വായിക്കുന്ന വിദ്വാൻ്റെ സഹായത്തിനായിക്കൊണ്ട് തത്തുല്യനും സംശയങ്ങളെ തീർത്ത് ജനങ്ങളെ ധരിപ്പിക്കുവാൻ തൽപരനും പണ്ഡിതനുമായ മറ്റൊരു വിദ്വാനെ കൂടെ ഇരുത്തണം. അതാണ് ഈ പ്രധാന ശ്രോതാവ് എന്ന് പറയും. പ്രധാന ശ്രോതാവ് ആചാര്യസ്ഥാനം വഹിക്കാൻ കഴിവുള്ള ആളായിരിക്കണം, പാരായണ വൈദഗ്ധ്യം ഉണ്ടാവണം, പാരായണത്തിൽ തെറ്റ് വന്നാൽ പറയണം. ഇന്നതാരും സമ്മതിക്കില്ല. ഒന്നാമത് കമ്മിറ്റിക്കാർക്കും അറിയില്ല. കമ്മിറ്റിക്കാർ പറയും എന്തിനാ ഇപ്പോൾ ഒരാൾക്ക് 7 ദിവസം ദക്ഷിണ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് 23 വക്ത്രാശൗരം പ്രകർത്തവ്യം ദിനാധർവാംവ്രതാത്പതയെ അരുണോദയെ അസോ നിവർത്തിയ
ശൗചം സ്നാനം സമാചരേത്. വക്ത്രാ ക്ഷൗരം പ്രകർത്തവ്യം ദീനാധർവാങ് വ്രതാപ്തയേ അരുണോദയേ അസോദ്വർത്യ ശൗചം സ്നാനം സമാചരേത്. വായിക്കുന്ന ആൾ സപ്താഹയജ്ഞം ആരംഭിക്കുന്നതിന് തലേനാൾ തന്നെ വ്രതദീക്ഷാർത്ഥം ക്ഷൗരം കഴിപ്പിക്കണം. അതായത് ആചാര്യൻ, പൗരാണികൻ, ഹോതാവൊക്കെ പണ്ട് ഈ ഹോതാവ് ഉണ്ടായിരുന്നില്ല യജ്ഞവേദിയിൽ. ആചാര്യനും വേണമെങ്കിൽ ഒരു പൗരാണികനും അത്രയേ ഉണ്ടല്ലോ. പിന്നെയാണ് ഈ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പൂജാ സംവിധാനങ്ങൾ യജ്ഞവേദിയിൽ. പരീക്ഷത്തിന് മോക്ഷം കൊടുക്കാൻ വേണ്ടി ശുഖബ്രഹ്മ മഹർഷി വായിക്കുമ്പോൾ പൗരാണികനും ഇല്ല, ഹോതാവും ഇല്ല. ശുഖബ്രഹ്മ മഹർഷി തന്നെയാണ് ഇത് പറഞ്ഞാൽ നമ്മൾ തെറ്റി. ആരാധന സാങ്ഷൻ കൊടുത്തിട്ടുള്ളത്? പിന്നെ അതിലൊരു കാര്യമുണ്ട്, അത്ര കഴിവുള്ള ആൾക്കാരില്ല ഇപ്പോൾ. വായിക്കുകയും ചെയ്യുക വായിച്ചാൽ ശ്രോതാക്കൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണല്ലോ പറയേണ്ടി വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ശ്ലോകം വായിച്ച് പരിചയമുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായി, അതുമില്ല. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഈ 7 ദിവസത്തിന് മുമ്പേ, തുടങ്ങുന്നതിൻ്റെ ഒരു ദിവസം മുമ്പേ ക്ഷൗരം ചെയ്യണം. എന്നിട്ടോ എല്ലാ ദിവസവും പ്രാതകാലത്തിൽ എഴുന്നേറ്റ ഉടനെ മൂത്രപൂരീഷ വിസർജന ദന്തധാവനാദികളെ നിവർത്തിച്ച് ശുദ്ധനായ ശേഷം അരുണോദയത്തിൽ സ്നാനം കഴിച്ചിരിക്കണം. സൺറൈസിന് മുമ്പേ എന്ത് തുടങ്ങണം? വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ തുടങ്ങണം. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. പക്ഷേ ആലുവ കഴിഞ്ഞ് തെക്കോട്ട് പോയാൽ എല്ലാം 6:45, 7, 7:30 വരുള്ളൂ. എല്ലാവരും സുമുഖന്മാരായി ഷേവ് ചെയ്ത്. ഇപ്പം ആൾക്കാർ ഷർട്ടൊക്കെ ഇടാൻ തുടങ്ങി ഭാഗവതത്തിന്. ഒറ്റ വായനയാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഗവത യജ്ഞമാണത്. വീട്ടിൽ വായിക്കുകയാണെങ്കിലും ശരി, ഷർട്ടൊക്കെ ഇട്ടിട്ട് നല്ല ക്ലീൻ ഷേവൊക്കെ ആയിട്ട്, അങ്ങനെയല്ല. അവിടേക്കാണ് അബദ്ധങ്ങൾ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നിത്യം സംക്ഷേപത കൃത്വാ സന്ധ്യാദ്യാം സംപ്രയത്നതാം കഥാവിഘ്നവിഘാതായ ഗണനാദം പ്രപൂജയേത്. നിത്യം സംക്ഷേപത കൃത്വാ സന്ധ്യാദ്യാം സംപ്രയത്നതാം കഥാവിഘ്നവിഘാതായ ഗണനാദം പ്രപൂജയേത്. സ്നാനാനന്തരം കഴിക്കേണ്ടതായ സന്ധ്യാവന്ദനാദി കർമ്മങ്ങളെ ചുരുക്കത്തിൽ നടത്തണം, വിസ്തരിക്കേണ്ട. ഈ 7 ദിവസം കഥാവസരത്തിൽ വിഘ്നങ്ങളൊന്നും നേരിടാതിരിപ്പാൻ വിഘ്നേശ്വരനെ പരമഭക്തിയോടുകൂടി വിധിപ്രകാരം പൂജിക്കണം. അടുത്തത് പിതॄൻ സന്ദർപ്യ ശുദ്ധ്യർത്ഥം പ്രായശ്ചിത്തം സമാചരേത്. മണ്ഡലം ച പ്രകർത്തവ്യം തത്രസ്ഥാഭ്യോ ഹരിസ്ഥതാം. പിതॄൻ സന്ദർപ്യ ശുദ്ധ്യർത്ഥം പ്രായശ്ചിത്തം സമാചരേത്. മണ്ഡലം ച പ്രകർത്തവ്യം തത്രസ്ഥാഭ്യോ ഹരിസ്ഥതാം. പിതൃതർപ്പണം ചെയ്യണം, പിതൃക്കളെ സന്തോഷിപ്പിക്കണം. അതിനു മാത്രം ശരീരശേഷി ഇല്ലെന്ന് വരികിൽ ശരീരശുദ്ധിക്കായിക്കൊണ്ട് പ്രായശ്ചിത്തം വേണ്ടും വിധം നടത്തണം. വായിപ്പാൻ ഉയർത്തി കെട്ടിയുണ്ടാക്കിയിട്ടുള്ള മണ്ഡപത്തിൽ സർവതോഭദ്രമെന്നു പേരായ മണ്ഡലത്തെ നിർമ്മിക്കണം, കോലമിടണം. അതിൻ്റെ നടുവിൽ ശ്രീഹരിയെ മന്ത്രപൂർവം ആവാഹിച്ചുറപ്പിക്കണം. ഇന്നിപ്പോൾ ആവാഹിച്ചുറപ്പിക്കുന്ന ആൾക്കാരുണ്ടോ ചോദിച്ചാൽ ഇല്ല. കാരണം ഇപ്പോഴത്തെ സിസ്റ്റം എന്താ? പൂജാരി വേണം, പിന്നെ പാരായണക്കാരൻ വേണം, ആചാര്യൻ വേണം, ഒക്കെ വെവ്വേറെ ആൾക്കാരാണ്. അപ്പോൾ ആവാഹനമൊക്കെ നടത്താൻ അറിയണ ആൾക്കാരനെ വേണം എന്ന് നിർബന്ധം പറഞ്ഞു ഇവിടെ. അത് കഴിഞ്ഞിട്ട് പറയണു കൃഷ്ണമുദ്ദിശ്യ മന്ത്രേണ ചരേൽ പൂജാവിധിം ക്രമാത് പ്രദക്ഷിണ നമസ്കാരാൻ പൂജാന്തേ സ്തുതിമാചരേത്. കൃഷ്ണമുദ്ദിശ്യ മന്ത്രേണ ചരേത് പൂജാവിധം ക്രമാത് പ്രദക്ഷിണ നമസ്കാരാൻ പൂജാന്തേ സ്തുതിമാചരേത്.
വായിക്കുന്ന വിദ്വാൻ തന്നെ ശ്രീകൃഷ്ണനെ വിധിപ്രകാരം മന്ത്രം കൊണ്ട് പൂജിക്കണം. ശ്രദ്ധിക്കണം നിങ്ങൾ, എന്നിട്ട് അത് നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. വായിക്കുന്ന വിദ്വാൻ എന്ന് പറഞ്ഞ ആളെന്നല്ല, വിദ്വത്വമുള്ളവൻ. അപ്പം വിദ്വാൻ തന്നെ ഏതായി വിദ്വാൻ ചോദിക്കരുത്, അത് ഏതായി ആളെന്ന് ചോദിക്കാവുള്ളൂ. വിദ്വാൻ എന്ന് പറഞ്ഞ അർത്ഥം വ്യത്യാസമുണ്ട്. നമ്മൾക്കൊക്കെ തെറ്റാ പറ്റിയിട്ടുള്ളത്, നമ്മൾക്ക് ഈ വാക്കുകളുടെ അർത്ഥം അറിയില്ല. അപ്പോൾ വിദ്വാൻ തന്നെ ശ്രീകൃഷ്ണനെ വിധിപ്രകാരം മന്ത്രം കൊണ്ട് പൂജിക്കണം. പൂജാവസാനത്തിൽ പ്രദക്ഷിണ നമസ്കാരങ്ങൾ ചെയ്ത ശേഷം സ്തോത്രം ചെയ്യണം, സ്തുതി ചെയ്യണം. പൂജിപ്പാനുള്ള ഉത്തമ മന്ത്രം പുരുഷ സൂക്തമാണെന്ന് മഹത് അഭിപ്രായം. ആയിക്കോട്ടെ, അടുത്ത എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് പറഞ്ഞത് അടുത്ത ശ്ലോകത്തിൽ 27. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം സമുദ്ധര ഭവാർണവാത്. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം സമുദ്ധര ഭവാർണവാത്. അതിനെന്താർത്ഥം? സ്തുതി മന്ത്രത്തെ പറയുന്നു. സംസാരമാകുന്ന സമുദ്രത്തിൽ വീണുകിടക്കുന്ന ദുഃഖിതനായ എൻ്റെ ശരീരത്തെ കർമ്മങ്ങളാകുന്ന മുതലായ ജലജന്തുക്കൾ ബന്ധിച്ചിരിക്കുന്നു. എൻ്റെ ശരീരത്തെ കർമ്മം ചെയ്യാൻ സമ്മതിക്കണില്ല എന്നർത്ഥം. ഏതാ കർമ്മം? സത്കർമ്മം. എന്താ സത്കർമ്മം? ഭാഗവതം പഠിക്കുക. അപ്പോൾ ഹേ കരുണാനിധേ, ഈ സംസാര സമുദ്രത്തിൽ നിന്ന് എന്നെ കരകയറ്റണമേ എന്ന് പരിതാപത്തോടുകൂടെ പ്രാർത്ഥിക്കണം. ശ്രീമദ് ഭാഗവതസ്യാപി തത പൂജാ പ്രയത്നതാം കർത്തവ്യാ വിധിനാ പ്രീത്യാ ധൂപധീവ സമന്യുതാം. ശ്രീമദ് ഭാഗവതസ്യ അഭി തത പൂജാ പ്രയത്നതാ കർത്തവ്യാ വിധിനാ പ്രീത്യാ ധൂപധീവ സമന്യുതാം. പിന്നെ ശാസ്ത്രപൂജ ചെയ്യണമെന്ന് ഉപദേശിക്കുന്നു. ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തെയും വിധിപ്രകാരം പരമപ്രീതിയോടുകൂടി പൂജിക്കണം. ഈ ഭാഗവത ഗ്രന്ഥം എന്താണെന്നാണ് പറഞ്ഞത്? ശാസ്ത്ര ഗ്രന്ഥമാണ്. ഇതാരും മനസ്സിലാക്കിയില്ല, ശാസ്ത്രങ്ങളാണ് പറയണത്. ഒരു മാത്തമാറ്റിക്സ് കുട്ടിക്ക് എങ്ങനെയാണ് ഇക്വേഷൻ പ്രധാനം, അതേമാതിരി ഇപ്പോൾ എൻജിനീയറിംഗ് പഠിക്കാനും ഒക്കെ ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് അറിയാത്തവൻ എന്താ ചെയ്യുക? അപ്പോൾ ഇതൊരു ശാസ്ത്രഗ്രന്ഥമാണ്. ഭക്തി എന്ന് മാത്രം പറയരുത്, ശാസ്ത്രങ്ങളാണ്. ശാസ്ത്രങ്ങൾ പഠിച്ചവനെ നന്നാവുള്ളൂ. ശാസ്ത്രങ്ങൾ പഠിക്കാതെ കണ്ട് എന്താ ചെയ്യുക? ശാസ്ത്രങ്ങൾ പറഞ്ഞത് കേട്ട് പരിവർത്തനം വരണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രബോധം ഉള്ളിലുണ്ടാവണ്ടേ? അപ്പോൾ ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞത് ഒരു ശാസ്ത്രഗ്രന്ഥമാണ്. അതിനെ പൂജിക്കണം. അതിനെങ്ങനെ? വിധിപ്രകാരം പരമപ്രീതിയോടുകൂടി, ദുഃഖിച്ചിട്ടല്ല, പരമപ്രീതിയോടുകൂടെ പൂജിക്കണം. ധൂപദീപാദികളെ സമർപ്പിക്കണം. ആർക്ക്? ഭാഗവത ഗ്രന്ഥത്തിന്. അതിനാണ് ഗ്രന്ഥപൂജ എന്ന് പറയും. അപ്പോൾ ഈ ഗ്രന്ഥം എല്ലാം വെച്ച് അതിന് മാലക്കെട്ട് വെച്ചിട്ടുണ്ടാവും. അതിൽ സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം സമുദ്ധര ഭവാർണവാത് പറഞ്ഞിട്ട് എല്ലാവർക്കും പുഷ്പം കൊടുത്ത് അതിൽ അർച്ചിക്കാൻ പറയും. എന്നിട്ട് പൂജകൻ അത് ധൂപദീപങ്ങളൊക്കെ കാണിച്ച് കർപ്പൂരം കാണിച്ച് ാണ് അത് ഭക്തജനങ്ങൾക്ക് ആചാര്യൻ എടുത്തു കൊടുക്കുക. അപ്പോൾ ഈ വിധിപ്രകാരം പരമപ്രീതിയോടുകൂടി പൂജിക്കണം എന്ന് പറഞ്ഞതാ. സന്തോഷം വിടരുത്, സന്താപത്തിന് ഇടവരുത്തരുത്. പിന്നെ 29. തതസ്തു ശ്രീഫലം ധൃത്വാം നമസ്കാരം സമാചരേത് സ്തുതി പ്രസന്നചിത്തേന കർത്തവ്യാ കേവലം തദാം. തതസ്തു ശ്രീഫലം ധൃത്വാ നമസ്കാരം സമാചരേത് സ്തുതി പ്രസന്നചിത്തേന കർത്തവ്യാ കേവലം തദാം. അനന്തരം നാളികേരം സമർപ്പിച്ച് നമസ്കരിച്ച ശേഷം സന്തോഷിച്ച മനസ്സോടുകൂടി സ്തോത്രം ചെല്ലണം. സന്തോഷം എന്നുള്ളത് കൈവിടാൻ പാടില്ല.
സന്തോഷത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലം ഉണ്ടാവുള്ളൂ. ഇനി 3 ശ്ലോകം 30, 31, 32 ഒന്നായിട്ട് പോവും. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോസി മയാ നാഥാ മുക്ത്യർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം സഫല സർവധാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യാ ദാസോഹം തവ കേശവാം ഏവം ദീനവച പ്രോക്ത്വാ വക്താരം ച അധ പൂജയേത് സംഭൂഷ്യ വസ്ത്രഭൂഷാദി ഭൂചാന്തേ തം ച സംസ്തവേത്. ഇതിൻ്റെ അവസാനത്തെ അർത്ഥം അറിയൂല ആൾക്കാർക്ക് ചെയ്യണമില്ല. അത് ഞാൻ പറയാം. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷം കൃഷ്ണയേവ ഹി സ്വീകൃതോസി മയാ നാഥാ മുക്ത്യർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം സഫല സർവധാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോ അഹം തവ കേശവ ഏവം ദീനവച പ്രോക്ത്വാ വക്താരം ച അധ പൂജയേത് സംഭൂഷ്യ വസ്തുഭൂഷാഭി പൂജാന്തേ തം ച സംസ്തവേത്. ഭാഗവതമെന്നു പേരായ ഈ ഗ്രന്ഥം പ്രത്യക്ഷ സ്വരൂപനായ ശ്രീകൃഷ്ണൻ തന്നെയാകുന്നു. അപ്പോൾ ഈ ഭാഗവത ഗ്രന്ഥം ശാസ്ത്രഗ്രന്ഥമാണ്, ശ്രീകൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവിനോട് എന്തൊക്കെ ഭക്തിപരവശതകളുണ്ട് അതൊക്കെ ഭാഗവതത്തിനോട് കാണിക്കണം. ഭാഗവതം കയ്യിൽ വെച്ച് കരയാനും പാടില്ല, മറ്റുള്ളവരുടെ കുറ്റം പറയാൻ പാടില്ല. പറഞ്ഞാൽ അപകടം, ഞാൻ അത്രേ പറയുള്ളൂ. അപ്പോൾ ഹേ നാഥ, സംസാര സമുദ്രത്തിൽ നിന്ന് മോചനം ലഭിപ്പാനായിട്ട് ഞാൻ നിന്തിരുവടിയെ സ്വീകരിച്ചിരിക്കുന്നു. അതുറപ്പാണ്. ഹേ കേശവ, ഞാൻ അങ്ങയുടെ ദാസനാണ് എന്നുള്ള ബോധം വേണം. അല്ല ഞാൻ പ്രസിഡൻ്റാണ്, ഞാൻ സെക്രട്ടറിയാണ്, ഞാൻ ആചാര്യനാണെന്നൊന്നും ഭാഗവതത്തിനോട് പറയരുത്. അപ്പോൾ ഒരു തുറന്ന രീതിയിൽ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്യവഹാരം ചെയ്യണമെന്ന് മനസ്സിലാക്കണം. ഈ വ്യവഹാരം എന്ന് പറഞ്ഞാൽ ഈ കർത്തവ്യം നടത്തുക എന്നുള്ള ധാരണ ഉണ്ടായാൽ മതി. അപ്പോൾ ഞാൻ നിന്തിരുവടിയെ സ്വീകരിച്ചിരിക്കുന്നു. ഹേ കേശവ, ഞാൻ അങ്ങയുടെ ദാസനാണ്. എൻ്റെ ഈ മനോരഥത്തെ, മനോരഥം എന്ന് പറഞ്ഞാ ഉള്ളിലിരിപ്പ്, അതിനാണ് മനോരഥം എന്ന് പറയാം. വിഘ്നം കൂടാതെ നിന്തിരുവടി സഫലമാക്കി തരണേ. എൻ്റെ മനസ്സിലിരിപ്പ് 7 ദിവസം കൊണ്ട് എനിക്ക് മോക്ഷം വേണം, അതിന് വേണ്ടിയിട്ടുള്ള ക്രിയാപദ്ധതികളാണ് ഇവിടെ നടത്തണത്. അത് നടത്തി തരണേ, എനിക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്യണേ എന്ന് നമ്മൾ 100% നിർമ്മലമായ മാനസികാവസ്ഥയോടുകൂടി ആചാര്യനെ പൂജിക്കണം. അതാണ് ഇനി പറയാൻ പോണത്. അപ്പോൾ പറഞ്ഞു, ഇപ്രകാരം ക്ലേശത്തോടുകൂടി പ്രാർത്ഥിച്ച ശേഷം വക്താവിനെ വസ്ത്രം, അലങ്കാരം എന്നിവ കൊണ്ട് ഭൂഷിക്കുകയും, അതായത് സംതൃപ്തിപ്പെടുത്തുക, പൂജിക്കുകയും ചെയ്ത ശേഷം അവസാനത്തിൽ നമസ്കരിക്കണം. അതായത് അലങ്കാരം എന്ന് പറഞ്ഞാൽ മാല ഇടിക്കാം, വസ്ത്രം കൊടുക്കുക, ദാനം ചെയ്യാമെന്നാണ് പറഞ്ഞതേ, വസ്ത്രദാനം. അപ്പോൾ വസ്ത്രം ഒറ്റയ്ക്ക് കൊടുക്കരുത്, ഒരു അംഗവസ്ത്രം കൊടുക്കണം. അങ്ങനെ എല്ലാം ചെയ്തതിൻ്റെ ശേഷം ആചാര്യനെ പൂവിട്ട് പൂജിക്കണം. 2 പൂവിട്ടിട്ട് ആദരവ് എക്സ്പ്രസ് ചെയ്യുക. അവസാനത്തിൽ നമസ്കരിക്കണം. ഇത് ആചാര്യൻ സ്റ്റേജിൽ പറയാനും പാടില്ല. കാരണം അതിന് മുമ്പേ ഉള്ളവർ അല്ലെങ്കിൽ പൗരാണികനോ പൂജകനോ അനൗൺസ് ചെയ്യാം ഇന്ന രീതിയിലാണ് വേണ്ടതെന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു 33 ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ. എന്താ ആചാര്യനോട് പറയേണ്ടത്? ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതൽ കഥാപ്രകാശേന മത് അജ്ഞാനം വിനാശയാം.
ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതൽ കഥാ പ്രകാശേന മതജ്ഞാനം വിനാശയ. വക്താവിനെ സ്തുതിക്കേണ്ടതായ മന്ത്രം: ഹേ ശുഗമൂർത്തേ, ഹേ സർവജ്ഞ, സർവശാസ്ത്ര വിശാരദ, ഈ കഥയെ പ്രകാശിപ്പിച്ചിട്ട് എൻ്റെ അജ്ഞാനത്തെ നശിപ്പിക്കണമേ എന്ന് ശ്രോതാക്കൾ പറയണം. ആരോട്? ആചാര്യനോട്. വക്താവിന്, കഥ പറയുന്ന ആളെ, ആചാര്യനെ സ്തുതിക്കേണ്ടതായ മന്ത്രം: ഹേ ശുഗമൂർത്തേ, ഹേ സർവജ്ഞ, സർവശാസ്ത്ര വിശാരദ, ഈ കഥയെ പ്രകാശിപ്പിച്ചിട്ട് എൻ്റെ അജ്ഞാനത്തെ നശിപ്പിക്കണേ എന്ന് നമ്മൾ ബോധപൂർവം പ്രാർത്ഥിക്കണം. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.